നമ്മുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത്, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വാല്യുബിൾ ടൈം നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ക്ലാസ് കേൾക്കുന്നുണ്ട്. ചില ആളുകൾ, എല്ലാം ഞാൻ പറഞ്ഞില്ല, അവരെന്ത് ചെയ്യുന്നു? അവർ കമന്റ് ബോക്സിൽ, ചാറ്റ് ബോക്സിൽ അവർ ചാറ്റ് ചെയ്യാണ്. അവർ ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പുറത്തുള്ള ആളെ ഇൻസ്റ്റ ഐ ഡി ചോദിക്കുന്നു, ഇപ്പുറത്തുള്ള ആളോട് അവരുടെ വേറെ വിശേഷം ചോദിക്കുന്നു. ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറൌണ്ട് ഒരു 45 മിനിറ്റ്സ് ഇവിടെ ലൈവ് നിൽക്കാം. ഈ 45 മിനിറ്റ്സ് ഞാൻ ക്ലാസ് എടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് എന്താ? നിങ്ങൾ എല്ലാവരും കേട്ടോ, വളരെ മൈന്യൂട്ട് പെർസെന്റേജ് ഉള്ള അവരുടെ ടൈം അവർ വേസ്റ്റ് ചെയ്യും. ഈ ടൈം വേസ്റ്റിന് റിഗ്രറ്റ് നിങ്ങൾക്ക് എപ്പോഴാണ് വരിക? പബ്ലിക് എക്സാം. നിങ്ങൾക്ക് ഫെബ്രുവരി മാസം സമയത്ത് പബ്ലിക് എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് റിസൾട്ട് വരും. ആ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, അന്നത്തെ ലൈവിൽ ഞാൻ കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അന്നത്തെ ലൈവിൽ ഞാൻ കറക്റ്റ് ഒന്ന് എഫോർട്ട് ഇട്ടിരുന്നെങ്കിൽ, കുറച്ചും കൂടി സമയം പഠിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഒരു അപ്പോൾ അത് ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഒരിക്കലും നമ്മുടെ പാസ്റ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഒരു സ്നോ ഗോ ബാക്ക് ഇൻ യുവർ പാസ്റ്റ് എന്ന് പറയാം. ടൈം മെഷീൻസ് ഇല്ല, നമുക്ക് നമ്മുടെ പാസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? നമ്മുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രസന്റിൽ വർക്ക് ചെയ്യാം. വി ക്യാൻ ഗോ ബാക്ക് ടു ദ പാസ്റ്റ്, ബട്ട് വി ക്യാൻ ബ്രൈറ്റ് അവർ ഫ്യൂച്ചർ. സോ വാട്ട് ടു ഡു? നമ്മൾ പ്രസന്റിൽ വർക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രസന്റ് നിൽക്കണം. നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ നേരിട്ട് കാണാത്തവരോട് സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ പഠിക്കണം നിങ്ങൾ ചിന്തിക്കും. ഈ തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ.